റിലേഷൻ ബിറ്റ്വീൻ എ സി ആൻഡ് എം സി. എ സി എന്ന് വെച്ചാൽ ആവറേജ് കോസ്റ്റ്, ശരാശരി ചെലവ്. എം സി വെച്ചാൽ മാർജിനൽ കോസ്റ്റ്, സീമാന്ത ചെലവ്. ഇവ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എ സി എന്താണെന്ന് എഴുതണം, എം സി എന്താണെന്ന് എഴുതണം, ഡയഗ്രം കൊടുക്കണം, എന്നിട്ട് അതിൻ്റെ റിലേഷൻ കൂടി എഴുതണം. ഓക്കെ, ഡയഗ്രം നോക്കുക. നമുക്കറിയാം എം സി കർവും എ സി കർവും യു ഷേപ്പാണ് എന്ന് നമുക്കറിയാം. എക്സ് ആക്സിൽ ഔട്ട്പുട്ട് മാർക്ക് ചെയ്യുന്നു, വൈ ആക്സിൽ കോസ്റ്റ്. ഫസ്റ്റ് റിലേഷൻ എ സി കുറയുമ്പോൾ, ഓക്കെ, എ സി കർവ് നോക്കുക. എ സി കുറയുമ്പോൾ എം സി എ സിയേക്കാൾ കുറവാണ്. എം സി എ സിയേക്കാൾ കുറവാണ്. എം സി ലെസ് ദാൻ എ സി. നെക്സ്റ്റ് നോക്കുക, ഇ എന്ന് പറയുന്ന പോയിന്റിന് ശേഷം നോക്കുക. ഡയഗ്രത്തിലെ ഇ എന്ന് പറയുന്ന പോയിന്റിന് ശേഷം നോക്കുക. എ സി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്, എ സി റൈസ് ചെയ്യുന്നു. വെൻ എ സി ഈസ് റൈസിങ്, എം സി ഗ്രേറ്റർ ദാൻ എ സി. എ സി വർദ്ധിക്കാൻ തുടങ്ങുമ്പോൾ മാർജിനൽ കോസ്റ്റ് ആവറേജ് കോസ്റ്റിനേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, രണ്ട് റിലേഷൻ പഠിച്ചു. ഫസ്റ്റ് റിലേഷൻ എ സി കുറയുമ്പോൾ എം സി എ സിയേക്കാൾ കുറവായിരിക്കും. എ സി വർദ്ധിക്കുമ്പോൾ എം സി എ സിയേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, തേർഡ് റിലേഷൻ ആവറേജ് കോസ്റ്റ് മിനിമത്തിലെത്തുമ്പോൾ, അതായത് ഡയഗ്രത്തിലെ ഇ എന്ന് പറയുന്ന പോയിന്റ് എത്തുമ്പോൾ എം സിയും എ സിയും ഈക്വൽ ആകും. എം സി സമം എ സി. ആവറേജ് കോസ്റ്റ് മിനിമത്തിലെത്തുമ്പോൾ എ സിയും എം സിയും ഈക്വൽ ആകും, സമമായിരിക്കും. ഓക്കെ, ഫോർത്ത് റിലേഷൻ എം സി കർവ് എ സി കർവിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ഉണ്ട്, അതാണ് ഇ എന്ന് പറയുന്ന പോയിന്റ്. നമ്മൾ ഈക്വൽ പറഞ്ഞു, അത് കട്ട് ചെയ്യുന്നത്, എം സി കർവ് എ സിനെ കട്ട് ചെയ്യുന്നത് എപ്പോഴും താഴെ നിന്നായിരിക്കും. എം സി കർവ് എ സിനെ കട്ട് ചെയ്യുന്നത് താഴെ നിന്ന് ആയിരിക്കും. അതായത് ഇവിടെ ഇ എന്ന് പറയുന്ന പോയിന്റ്, അതായത് എ സിയുടെ മിനിമം പോയിന്റാണ് കട്ട് ചെയ്യുക. റിലേഷൻ ഓർത്ത് വെക്കുക. ഓക്കെ.